ആ ഇ ഡി അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഈ ബിഷപ്പ് പറയുന്നത് നിങ്ങൾ കേട്ടോ? ഒരു പാലമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. കൃത്യമായിരുന്നില്ലേ അത്? തൃശൂരും തിരുവനന്തപുരത്തും ഇതേ പാലമല്ലേ ബിജെപിക്കാർ പണിതത്? ഈ സഭാ സെക്രട്ടറിക്കും ബിഷപ്പിനുമെതിരെ ഇ ഡി കേസ് വന്നു. കള്ളപ്പണം ലക്ഷങ്ങൾ പിടിച്ചു, എന്നാൽ അറസ്റ്റില്ല. അതെന്തേ? വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിൽ നിന്നും കള്ളപ്പണം പിടിച്ചതേയില്ല. പക്ഷെ അദ്ദേഹം ജയിലിലാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത പ്രിവിലേജ് ഈ ബിഷപ്പിന് എങ്ങനെ ഇ ഡി നൽകി? സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒത്തിരി ബിഷപ്പുമാർ നമുക്കിടയിലുണ്ട്. ഇനി നിങ്ങൾ പറയൂ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണോ, ഇത്തരം ആട്ടിൻ തോറ്റണിഞ്ഞ ചെന്നായികളുടെ പ്രവൃത്തിയാണോ ബിജെപി മുന്നിലേക്കെത്താൻ പ്രധാന കാരണമായത്? ഒറ്റക്കാരി ഞാൻ പോവാണ്. കേസൊക്കെ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ കാണിക്കേണ്ട പ്രവീൺ. ഒന്നും പേടിക്കണ്ട. ഈ രാജ്യത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പ്രവീൺ ഒരുത്തിനും ഒരു ചുക്കും ചെയ്യില്ല. ധൈര്യമായിട്ട് എടുത്തോളൂ. ശേഷം ഇടവകയിലെ പുരോഹിതനാണ് സെക്രട്ടറി നേരിടുന്ന ഇ ഡി അന്വേഷണത്തെ പറ്റി പരാമർശിച്ചത്. ഡോക്ടർ ടി പ്രവീൺ മഹായിടം സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ഇ ഡി അന്വേഷണം വളരെ ദുഃഖകരമാണ്. ഞങ്ങൾ എല്ലാ വൈദികരുടെയും കരളിന്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ആ ഇ ഡി അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ ന്യായമായി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്.